ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെക് ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് മോട്ടറോള E3 പവർ ഡിവൈസ് എങ്ങനെ ഹാർഡ് റീസെറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ റീസെറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ഫോണിലുള്ള ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസോ ഫോട്ടോസോ അതുപോലെ കോൺടാക്റ്റ് തുടങ്ങിയവയുടെ എല്ലാം ഒരു ബാക്കപ്പ് എടുത്ത് വെച്ചതിന് ശേഷം മാത്രം റീസ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിക്കുക, ഇല്ലെങ്കിൽ ഇതെല്ലാം നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യണം. നിങ്ങൾ ബാറ്ററി റിമൂവ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ പവർ ഓഫ് ചെയ്യുകയോ ചെയ്യുക. സ്വിച്ച് ഓഫ് ആയതിന് ശേഷം പവർ ബട്ടണും വോളിയം അപ്പ് ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്യുക. കുറച്ച് സമയം ഇതുപോലെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻ കാണാൻ സാധിക്കും. റിക്കവറി എന്ന ഓപ്ഷനാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. റിക്കവറി എന്ന ഓപ്ഷനിൽ ഇതുപോലെ നമ്മുടെ ആ ആരോ കൊണ്ടുവച്ചതിന് ശേഷം വോളിയം ഡൗൺ ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ആൻഡ്രോയിഡിൻ്റെയൊക്കെ ഐക്കൺ വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് പവർ ബട്ടണും വോളിയം അപ്പ് ബട്ടണും അതുപോലെ വോളിയം ഡൗൺ ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്യേണ്ടതാണ്. ഫ്യൂ സെക്കൻഡ് നമ്മൾ ഈ 3 ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് ഓപ്ഷൻ ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്കിതിൽ വൈപ്പ് ഡേറ്റ ഓർ ഫാക്ടറി റീസെറ്റ് എന്ന ഈ ഒരു ഓപ്ഷനാണ് നമുക്കിനി അടുത്തതായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ വോളിയം ഡൗൺ ബട്ടണോ അല്ലെങ്കിൽ അപ്പ് ബട്ടണോ നമുക്ക് യൂസ് ചെയ്ത് ആ ഒരു ഓപ്ഷനിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഇനി പവർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും കുറച്ച് ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിൽ ഡിലീറ്റ് ഓൾ യൂസർ ഡാറ്റ എന്ന ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ വോളിയം അപ്പ് ബട്ടൺ അല്ലെങ്കിൽ ഡൗൺ ബട്ടൺ യൂസ് ചെയ്ത് ആ ഒരു ഓപ്ഷനിലോട്ട് എത്തിച്ചേരുക. അതിനുശേഷം പവർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വൈപ്പിൻ ഡാറ്റ എന്ന് പറഞ്ഞ കുറച്ച് ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്കിവിടെ റീബൂട്ട് സിസ്റ്റം നൗ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓൾറെഡി ആ ഓപ്ഷൻ സെലക്ട് ആയി കിടക്കുകയാണ്. ഇനി നമുക്ക് പവർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫോണ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെ അവസ്ഥ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഫോൺ ആദ്യമായിട്ട് വാങ്ങിച്ചപ്പോൾ എങ്ങനെ ഇരുന്ന് അതേ അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെ അവസ്ഥ. അപ്പം ഇനി നമുക്ക് ഈ ഫോൺ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ വെരിഫിക്കേഷനൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയെന്ന് കൂട്ടുകാർക്ക് അറിഞ്ഞുകൂടാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മോട്ടോ E3 പവർ ഫോൺ റീസെറ്റ് ചെയ്യുന്നത്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.